ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവർക്കും പ്രഭാതവചനത്തിലേക്ക് എൻ്റെ വിനീതമായ സ്വാഗതം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് മാതാപിതാക്കളും മക്കളും. ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യേണ്ടതാണ് അവർക്ക് ദൈവം ദാനമായി കൊടുക്കുന്ന ആ താലന്തുകളെ എങ്ങനെ വളർത്തണമെന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നുള്ളത് ആ മാതാപിതാക്കൾ മനസ്സിലാക്കണം. സദൃശവാക്യം 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ഈ വേദഭാഗത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിനെ പഠിപ്പിക്കേണ്ടതായ കാര്യം, യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്കുരിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഏത് കാര്യം ചെയ്താലും അവൻ യഹോവാഭക്തിയോടുകൂടി മുമ്പോട്ട് അത് പ്രാവർത്തികമാക്കുകയുള്ളൂ. അതിനായിട്ട് മാതാപിതാക്കൾ അവരുടെ മുമ്പിൽ സൽപ്പേര് ഉണ്ടാക്കി കൊടുക്കണം. വായനാശീലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. സരള ജീവിതം കൊടുക്കണം, അഥവാ പഠിപ്പിക്കണം. പാവപ്പെട്ടവരെ അവരോടൊപ്പം ചെന്ന് കാണണം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മൾ രോഗികളെ കാണാൻ പോകുമ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകണം. ദാരിദ്ര്യം എന്തെന്ന് അവരെ അറിയിക്കണം. ധനത്തിൻ്റെ മൂല്യം അവരെ അറിയിക്കണം. സമയത്തിൻ്റെ വില എന്താണ് എന്ന് അവരെ അറിയിക്കണം. എവരി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈസ് വെരി വാല്യൂബിൾ എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്കുരിക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം. ദാനം ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ദുർച്ചെലവ് നിർത്താൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണ് ദുർച്ചെലവ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. സമ്പാദ്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ദൈവത്തിൻ്റെ ദാനമാണ് ഈ ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്നതായ എല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും നമുക്ക് കിട്ടിയിട്ടുള്ള കൃപാവരങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്നും ദൈവത്തെ സ്തുതിക്കണമെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. സമ്പാദ്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്നതിനാണ് എന്ന് അവർക്ക് മനസ്സിലാകണം. എങ്കിൽ മാത്രമേ പണത്തിൻ്റെ വില എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുകയുള്ളൂ. ഭാഗ്യം എന്ന വാക്ക് ക്രിസ്ത്യാനികൾക്ക് പറയാൻ പറ്റിയ വാക്ക് അല്ല. കാരണം അത് അക്രൈസ്തവരുടെ വാക്ക് ആയിരിക്കണം. നാം പറയേണ്ടത് ദൈവകൃപ കൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു എന്ന് മാത്രമേ പറയാവൂ. വി ഡോണ്ട് ബിലീവ് ഇൻ അസ്ട്രോണമി. മക്കളുടെ മുമ്പിൽ മാതൃകയായിരിക്കണം. അതിനുവേണ്ടി നാം വീട്ടിൽ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഗ്രഹിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ ആയിരിക്കണം. കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവർ അവിടെ നിന്ന് എന്താണ് പഠിച്ചതെന്ന് ആ കുഞ്ഞുങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അവർക്കും അതൊരു റിവിഷനായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുഞ്ഞിലെ തന്നെ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം പതിയുന്നുവെങ്കിൽ അവർ ധന്യരായിരിക്കും. അതായത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന് മോശ മുഖാന്തരം യഹോവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ ആ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ഉദ്ബോധിപ്പിക്കണം. അതിനൊക്കെയും നമ്മൾ സമയം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ആ കൃപാവരങ്ങളിൽ ഒന്നായ സമയം ദൈവത്തിന് അതിൻ്റെ 10-1 നമ്മൾ കൊടുക്കണം. അതായത് ദശാംശം നമ്മൾ കൊടുക്കണം. ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് 1440 മിനിറ്റ് ആണെങ്കിൽ അതിൻ്റെ ദശാംശം എന്ന് പറയുന്നത് 144 മിനിറ്റാണ്. 2 മണിക്കൂറും 24 മിനിറ്റും. അത് കുഞ്ഞുങ്ങളോടൊപ്പം വീട്ടിലിരുന്ന് ദൈവത്തിന് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനും വേദപുസ്തകം വായിക്കുവാനും അതോടൊപ്പം തന്നെ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നതിനും വേദപുസ്തകം
വായിച്ച് ഗ്രഹിക്കുന്നതിനുമൊക്കെയും നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള കുടുംബം ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായിട്ട് നാം മാതാപിതാക്കൾ ശ്രമിക്കുന്നുവെങ്കിൽ ആ കുടുംബം വളരെ അനുഗ്രഹപ്രദമായിരിക്കും. അല്ലാത്ത പക്ഷം ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നതായ ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാകുന്ന, ഇല്ലെങ്കിൽ ബയോളജിക്കലി ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ അവർ അതിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്ത്, മാതാപിതാക്കൾ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്ത് ഒരു മാതൃക മാതാപിതാക്കളായി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വർത്തിക്കുന്നുവെങ്കിൽ, അവർക്ക് സമയം കൊടുക്കുന്നുവെങ്കിൽ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.